ഗൈസ് ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചെങ്കിൽ രാവിലെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ 10 മണി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പഠിക്കാനൊക്കെ വെച്ചിരുന്നപ്പം 10 മണിയായി. 10 മണി കഴിഞ്ഞ് 10 തൊട്ട് 1:30 വരെ ഇരുന്ന് പഠിച്ചു. പിന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറച്ച് മുറി വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. മുറി വൃത്തിയാക്കിയിട്ട് കടയിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ കടയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പം 6 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി പഠിക്കാൻ പോവാണ്. ഞാൻ ഇന്ന് രാവിലെ ഫുള്ള് നോക്കിയത് ഓർഗാനിക് ആയിരുന്നു. ഓർഗാനിക് ലാൻഡേൻസ് ആൻഡ് കീറ്റോൺസ് ഒന്ന് പഠിക്കുമായിരുന്നു ഫ്രഷ് ആയിട്ട്. അപ്പോൾ അനന്തു സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ സമയം ഏകദേശം 6:10 6:15 ഞാൻ ഇനി മുതൽ ഇന്ന് നൈറ്റ് ഫുള്ള് ഇരിക്കാനാണ് എൻ്റെ പ്ലാൻ. ഇതുവരെ അങ്ങനെ ഇരുന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഇരിക്കാമെന്ന് വെച്ചു. കാരണം ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ പണി പാടും, വെള്ളത്തിൽ കിട്ടും. +1 പോലല്ല +2 കുറച്ച് പഠിക്കാനുണ്ട്, കുറേ കൂടുതൽ പഠിക്കാനുണ്ട്. +1ൻ്റെ 2 ഇരട്ടി പഠിക്കാനുണ്ട് +2ൽ. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പഠിക്കാൻ ഒത്തിരിയുണ്ട്. അതുമല്ല നമ്മൾ വൃത്തിക്ക് പഠിക്കണം. കാരണം വെച്ചാൽ +1 മാർക്ക് കിട്ടുന്ന ഒരു ഇതുപോലെ കിട്ടില്ല. +2ൽ ഒരു അര മാർക്ക് പോലും എക്സ്ട്രാ കിട്ടില്ല. അതുകൊണ്ട് തന്നെ പഠിക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇപ്പം ഞാൻ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഓർഗാനിക് പഠിക്കാമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. സോ ഞാൻ വെച്ചെങ്കിൽ ഫസ്റ്റ് തന്നെ NCERTയിലെ ഫിസിക്സിൻ്റെ സോൾവ് ചെയ്യാമെന്ന് വെച്ചു. ഫിസിക്സിൻ്റെ NCERT ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഫിസിക്സിൻ്റെ NCERT താഴെ ഇരിപ്പുണ്ട്. സോ അത് സോൾവ് ചെയ്യാമെന്ന് വെച്ചു. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ റിവൈസ് ചെയ്ത് തേർഡ് ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ട് NCERT സോൾവ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ സൈലത്തിൻ്റെ ലൈവിലെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് ഞാൻ വായിച്ചു. ബാക്കി 3 ചാപ്റ്റർ അങ്ങനെ തീർക്കാം NCERT. പിന്നെ 6ഉം 7ഉം ഒന്ന് റിവിഷൻ ചെയ്യണം. ഇന്നലെ പഠിച്ചായിരുന്നു, അപ്പോൾ അത് റിവിഷൻ ചെയ്യണം. പിന്നെ 8 ഞാൻ റിവൈസ് ചെയ്തായിരുന്നു ഇന്നലെ. പിന്നെ 9ഉം 10ഉം ഉണ്ടായിരുന്നു പഠിക്കണം. അപ്പോൾ അതും എല്ലാം കൂടെ റിവൈസ് ചെയ്ത് സെറ്റാക്കിയിട്ട് PYQസും കൂടെ ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാന്. ഫിസിക്സിൻ്റെ കേസ്. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ കുറച്ച് NCERTയുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് തന്നെ അങ്ങനെ വരത്തുള്ളൂ. കഴിഞ്ഞ എക്സാമാണെങ്കിൽ പോലും ന്യൂമറിക്കൽസ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫുള്ള് ചോദിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പം അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. All these white lies got me hypnotized. Get out of my head, get into my bed, I'm broken. It's only a matter of time. Shifting my paradigms. You hold me, you hurt me, I'm sinking and drowning and I don't deserve it. Your heart is frozen. The water is rising and I'm just a drop in the ocean. ഇപ്പോൾ സമയം ഏകദേശം 7:45 നമ്മൾ 6:15 തുടങ്ങിയതാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വിളക്കെത്തിക്കാനൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി സമയം പോയുള്ളൂ. പിന്നെ ഫ്രണ്ടൊക്കെ ആണെങ്കിൽ ഡൗട്ടൊക്കെ കാര്യമൊക്കെ ചോദിച്ചായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എനിക്ക് റിവിഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് ഓൾറെഡി ഞാൻ ഇന്നലെ വൈകുന്നേരം രാവിലെ ഇന്ന് ചെയ്തായിരുന്നു. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ NCERTയിലെ പ്രോബ്ലംസ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കി തീർത്ത് വരുമായിരുന്നു. പിന്നെ കണ്ടോ ഇടയ്ക്ക് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലേക്ക് പോയി ഡൗട്ട് ചോദിച്ചോണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയി. സെക്കൻഡ് ചാപ്റ്റർ വന്നപ്പം ഞാൻ വിചാരിച്ച പോലില്ല. നമ്മൾ മോഡൽ എക്സാമിന് പഠിച്ച സാധനമൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ ചിലതൊക്കെ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഒക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ മനസ്സിലായി. അത് ചെയ്ത് നോക്കിയപ്പം മനസ്സിലായി അത് കുഴപ്പമില്ല. അത് ഈ അവസാനം നോക്കിയാൽ മതി, എക്സാമിൻ്റെ ദിവസം നോക്കിയാൽ മതി കിട്ടും. പിന്നെ ഞാൻ EMIയിലേക്ക് പോയി. EMIക്ക് പോയപ്പോൾ ഈ സെൽഫ് ഇൻഡക്റ്റൻസും ന്യൂട്രൽ ഇൻഡക്റ്റൻസും കൂടെ നോക്കിയാൽ മതി. അപ്പം ആ ചാപ്റ്റർ ഇനിയിപ്പോൾ തീരും, റിവിഷൻ ചെയ്ത് കഴിയും. പിന്നെ ഇനിയിപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടെ AC കൂടെ നോക്കണം. അപ്പോൾ AC കൂടെ നോക്കണം. NCR സർക്യൂട്ട് അത് കുറച്ച് പണിയാണ് കേസ്. അപ്പോൾ NCR സർക്യൂട്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 4 ചാപ്റ്റർ നമ്മൾ ഇന്ന് കഴിയും. ടാർഗറ്റ് 4, 8, 12 4 ഇന്ന് നോക്കാൻ പോകുന്നത് തൊട്ട്. ഇനിയിപ്പോൾ 3 എണ്ണം കൂടെ ഉണ്ട്. 2 ACയും കൂടെ നോക്കുമ്പോൾ 4 ആവും. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി നോക്കിയില്ലല്ലോ. കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ NCERTയും കൂടെ നോക്കണം. പിന്നെ ഇതിൻ്റെ എല്ലാം PYQ ചെയ്യാൻ കിടക്കുന്നു. അപ്പം അത്യാവശ്യം നല്ല സമയം എടുക്കും ചെയ്ത് തീരാൻ.
അപ്പം ഞാനിപ്പോൾ എന്തോ ചെയ്യുന്നതെന്ന് ഇപ്പോൾ എനിക്ക് തന്നെ മറന്നു പോയിട്ടുണ്ട്. അത്യാവശ്യം മെനക്കെട്ട പരിപാടിയാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യണം, കൺസെപ്റ്റ് ക്ലിയർ ചെയ്യണം എന്നാണ് എനിക്ക്. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്നില്ല എത്രങ്ങൾ. ഇനിയിപ്പം സെൽഫ് ഇൻറ്റൻസിൻ്റെയും ന്യൂട്രൽ ഇൻറ്റൻസിൻ്റെയും കൂടെ നോക്കണം. ഡെറിവേഷൻ ഞാനിതൊക്കെ മറന്നു പോയല്ലോ നോക്കുമ്പോൾ എനിക്ക് ഫിലിമിന് സങ്കടം വന്നു. കാരണം ഇതിൻ്റെയൊക്കെ ഇങ്ങനെ നോക്കിയില്ല, പക്ഷേ വലിയ എഴുതിയൊന്നും നോക്കിയില്ല. അതാണ് എനിക്ക് മറന്നു പോയത്. കുറേ വട്ടമൊക്കെ എഴുതി പഠിക്കുകയാണെങ്കിൽ മറന്നു പോകത്തില്ല. സോ ഡെറിവേഷനൊക്കെ അത്യാവശ്യം ഒരു 6-8 പ്രാവശ്യമൊക്കെ എഴുതി പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇടപെട്ട് ഒന്നുകൂടെ എഴുതി നോക്കാം, തോട്ട് നോക്കാം, തെറ്റി പോകുന്നുണ്ടോ നോക്കാം. അതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റൻസ് ചോദിക്കുന്നത് ഞാൻ ഡെറിവേഷൻ്റെ ഭാഗത്ത് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ് ന്യൂമറിക്കൽസിനെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കണം നല്ല പറഞ്ഞത് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അറ്റ് ടൈം നമുക്ക് ഡെറിവേഷനെക്കാളും സ്കോർ ചെയ്യാൻ പറ്റും. തിയറി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടെ ഫോക്കസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട്. ന്യൂമറിക്കൽസിനകത്ത് ഇപ്പം നമുക്ക് ന്യൂമറിക്കൽസിനെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ ചാപ്റ്ററിന് തന്നെയാണ്. ആദ്യം ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ചിട്ട് നാളെ ഒരു ദിവസം ഫുള്ള് നമുക്ക് ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാന്. ഇതിനകത്ത് ഞാൻ അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ AC ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതും കൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ AC കൂടെ നോക്കിക്കഴിഞ്ഞാൽ AC നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 8ാമത്തെ ചാപ്റ്റർ നോക്കുക. 8ാമത്തെ ചാപ്റ്ററും പഠിച്ച് കഴിഞ്ഞാൽ അതിന് റിവൈസ് ചെയ്യാം. പിന്നെ 9ാമത്തെ ചാപ്റ്റർ 9 സെറ്റാക്കാണ്ട്. സ്ഥിരമായി പഠിച്ചു. ഗൈസ് അങ്ങനെ നമുക്ക് രാത്രി ഫുൾ ഇരിക്കണമെന്നായിരുന്നു പ്ലാൻ. നടക്കുകയോ ഇല്ലയോ എന്നറിയില്ല. നടക്കാതിരിക്കാനാണ് 99.9% ആ 0.1% അല്ലെങ്കിൽ 1% നമുക്ക് പ്രതീക്ഷിക്കാം നടക്കുന്നത്. സോ എപ്പോൾ വേണമെങ്കിലും എൻ്റെ തല ബെഡിൽ കിടക്കാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ കസേരയിൽ എണ്ണീറ്റ് ബെഡിലേക്ക് പോകുന്നുള്ള സാഹചര്യങ്ങളെല്ലാം കുറയ്ക്കുകയാണ്. സോ ഞാൻ എൻ്റെ ഓർഗാനിക്കിൻ്റെ നോട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതുപോലെ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എനിക്ക് ബുക്കല്ല, ഇത് ഞാനും ചേച്ചിയും അടിച്ചു മാറ്റിയ ബുക്കാണ്. ചെറിയ അടിച്ചു മാറ്റിയൊരു ബുക്കാണ്. ചേച്ചി ഇപ്പോൾ തപ്പിക്കൊണ്ട് ചേച്ചി ഈ ബുക്കുള്ള കാര്യം തന്നെ മറന്നുപോയി കാണും.
സോ ഞാൻ ചോദിച്ചിട്ട് അടിച്ച് മാറ്റി ഗൈസ്. അത് നമ്മൾ ചോദിക്കുകയൊന്നും ചെയ്യരുത്, അങ്ങനെ നല്ല സ്വഭാവമൊന്നും നമുക്ക് വേണ്ട. സോ ഞാനിപ്പോൾ ഇത് ഓർഗാനിക്കിന് ഇത് നല്ലൊരു ബുക്ക്, നല്ല രസം. അപ്പോൾ നമുക്ക് ഇത് എഴുതി വെക്കാമെന്നൊക്കെ ഓർത്ത് ഞാൻ ഉണ്ടാക്കിയൊരു ഓർഗാനിക്കിൻ്റെ ബുക്കാണ്. ലൈക്ക് മലയാളത്തിലും കുറച്ചൊക്കെ എഴുതി വെച്ച്. ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ സൈലത്തിൻ്റെ ആപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സൈലത്തിൻ്റെ ആ +2 ഫുള്ള് ആൽക്കഹോൾസിൻ്റെ ചാപ്റ്ററിൻ്റെ ലെക്ചർ ഫുള്ള് ഒരു ദിവസം ഫുള്ള് കണ്ടു തീർത്ത് അങ്ങനെ എഴുതി ഉണ്ടാക്കിയ ഇത് ഡീറ്റെയിൽഡ് നോട്ട്. ഇതിനകത്ത് അധികമൊന്നുമില്ല ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്നുമേ ഇല്ല. ഷോർട്ട് നോട്ടോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല, ഡയറക്റ്റ് സംഭവങ്ങൾ മാത്രം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പഠിക്കാൻ വൈബായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇത് സോളിബിലിറ്റിയൊക്കെ ഇതൊക്കെ എന്തിന് നമ്മുടെ അനന്ത് സാറൊക്കെ ഉള്ളപ്പോൾ എന്തിന് ഈ സാധനമൊക്കെ ഇതൊക്കെ വേണ്ട, എടുത്ത് കണ്ടെത്തോടെ കളപോകും. പിന്നെ ഇത് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇതൊക്കെയാണ് മെയിൻ സാധനം. ഇത് പഠിക്കാനുള്ളതിനാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷിൻ്റെ പാരഗ്രാഫ് പോലത്തെ സാധനമൊക്കെ കൊടുത്തിരിക്കുന്നത്, എന്തിനാണോ എന്തോ. പിന്നെ ഇതൊക്കെ ചുജുബി ഒപ്റ്റിക് ഐസോമേഴ്സ് ആയപ്പോൾ എനിക്ക് മടുത്തു. അപ്പോൾ ഞാൻ പിന്നെ നിർത്തി. ലൈക്ക് ഇവിടെ തൊട്ട് ഞാൻ അനന്ത് സാറിൻ്റെ ക്ലാസ് വെച്ച് കണ്ട് എഴുതി തീർക്കുന്ന നോക്കാം. ഇതൊന്നും വലിയ സീനില്ലാത്ത നോട്ടിലേക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുള്ള് കിട്ടുമെന്നൊക്കെയാണ് സാർ പറഞ്ഞിരിക്കുന്നത്. ഫുള്ള് കിട്ടിയില്ലെങ്കിൽ ഞാൻ സാറിനെ ചെന്ന് കാണും. ഓക്കെ, ചുമ്മാ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ അനന്ത് സാർ ഉണ്ടാക്കിയ നോട്ടിനകത്ത് നിന്ന് അടിച്ച് മാറ്റിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇതൊക്കെ സ്വന്തമായി ഒന്നുമില്ല, കാരണം ഇതെല്ലാം ഞാൻ അടിച്ച് മാറ്റിയെടുക്കുക എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതിനെ ഉള്ളൂ ഞാൻ എഴുതിയത്. പിന്നെ സൈഡ് അയക്കാണ്ട് പോയിട്ട് അത് പേന കഴിയും നമ്മൾ നോക്കാൻ വേണ്ടി ചുമ്മാ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് ചോദിച്ചാണ്. ഗൈസ് നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് വരുന്ന ഗൈസ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആൾഡിഗെയിൻസ് ആൻഡ് കീ നോട്ട്സ്. ഇതിൻ്റെ ഷോർട്ട് നോട്ട്സ് അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നും. അപ്പം തന്നെ എനിക്ക് ഇതിന് ക്രഷ് എടുത്തെങ്കിൽ എന്ത് ചെയ്യാൻ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയാണ്. ഇതുണ്ടാക്കി വന്നാൽ അനന്ത് സാർ ഉണ്ടാക്കിയത് ഞാൻ കോപ്പി അടിച്ചെടുത്താണ്. പിന്നെ ഇതെങ്ങനെയാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയ ഡെക്കറേഷനാണ്. വേറെ ഡെക്കറേഷനൊന്നും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചു ആരും മൈൻഡൊന്നും ചെയ്യേണ്ട. സോ ഇത്രയുള്ള ഗൈസ്. ഈ 3 ചാപ്റ്ററോട് ഇവന് HW ഇപ്പം കാർബോക്സിലിക് ആസിഡിനകത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്നാൽ HVZ എന്തോ ഒരു വൃത്തികെട്ട റിയാക്ഷൻ അതും കൂടെ എഴുതാനുണ്ട്. അതും കൂടെ എഴുതി കഴിഞ്ഞാൽ ചാപ്റ്റർ കംപ്ലീറ്റ്. സോ ഞാൻ ഇവിടെ നിന്ന് ഇപ്പം എവിടെ വരെ പഠിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ ഈ ഒരു ക്വസ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്തുകൊണ്ട് ആൽക്കഹോൾ ബോയിങ് പോയിൻ്റാണ് ആൾഡിഗൈൻ? ഒറ്റ ഉത്തരവുള്ളൂ, ഹൈഡ്രജൻ ബോണ്ട്. ഈ ഹൈഡ്രജൻ ബോണ്ടിന് ഉത്തരം ഉണ്ടെങ്കിൽ എനിക്ക് മാർക്ക് കേൾക്കുന്നതാണ് അനന്ത് സാർ പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഇറങ്ങിയൊരു മാർക്ക് പോയാൽ ഞാൻ അനന്ത് സാറിന് ആ പേപ്പർ ഞാൻ കോപ്പി എടുക്കും. ആ കോപ്പി എടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് എഴുതിയിട്ട് മാർക്ക് കുറച്ചിട്ടുണ്ടെങ്കിൽ അനന്ത് സാറിനെ തന്നെ കാണുന്നതായി ഗൈസ്. പിന്നെ വേറെ എന്ത് പറയാം, ഇത്രേ ഉള്ളൂ. ഇവിടെ വരെ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഹൈഡ്രജൻ. പിന്നെ ടോളൻസ് റിയേജൻറ്റ് തൊട്ട് ഇത്രയും കൂടെ ഉള്ളൂ പഠിക്കാൻ. ഇപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് വെച്ച് പഠിച്ചു തീർക്കാനേ ഉള്ളൂ ഓർഗാനിക്. സത്യം പറഞ്ഞാൽ വലിയ കടലിൽ പൊളിക്കുന്നെങ്കിൽ ഈ ചാപ്റ്റർ അത്യാവശ്യം സിമ്പിൾ ചാപ്റ്ററാണ്. മനസ്സിലാക്കി പഠിച്ചതിന് കോമഡി ചാപ്റ്ററാണ്. സ്റ്റീഫൻ ആ വേഷം കാലത്ത് കൊടുത്തു, അത്രയൊക്കെ പഠിക്കുക. റോസാപ്പൂ കൊടുത്തപ്പോൾ ബെഞ്ചാളിയേഡ് കിട്ടി. ഇങ്ങനെയൊക്കെ വെച്ച് പഠിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ കോഡൊക്കെ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഗേസ് ഞാൻ ഉണ്ടാക്കിയ സാധനം ഞാൻ വീണ്ടും കാണിച്ചു തന്നിരിക്കുക എൻ്റെ പ്രഹസനം ഗേസ്. പിന്നെ വേറെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ഒരു 9 ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പോവാം. ഇതെന്താ എനിക്ക് ലോങ് വീഡിയോ ആയിരിക്കും, എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രം കണ്ടാൽ മതി കേട്ടോ. കാണാതെ പോകില്ല കേട്ടോ. അപ്പം ബുക്കടക്കാൻ സമയമായി ഗൈസ്. സമയം ഏകദേശം 3:25 ഞാനിപ്പം മുഖം കഴുകിയിട്ട് വന്നിട്ടിന്ന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പഠിക്കാൻ പോകുന്നത് ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ ആറ്റംസ് നോക്കലി തീർക്കാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ 4th-ഉം 5th-ഉം ചാപ്റ്റർ. സോ ഇരുപത്തിയടിക്ക് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ വിൽ ട്രൈ. എനിക്ക് ചാപ്റ്ററും കൂടെ റിവിഷൻ ചെയ്യാനുണ്ടായിരുന്നു, ബട്ട് അത് ചെറിയ ചാപ്റ്ററായിട്ട് ഞാൻ വിട്ടതാണ്. സോ ഇന്നത്തെ ഒരു ആൽബം റിവൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള മാത്സ്. പിന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് നോക്കണം. എങ്ങനെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും എല്ലാം നോക്കിയിട്ട് വേണം ഇരുന്ന് പഠിക്കാൻ. സോ ഞാൻ ഇംഗ്ലീഷിന് യൂസ് ചെയ്യുന്ന ഗൈഡ് എന്ന് പറയുന്നത് ഞാൻ വഴിയെ പറയാം ഗൈസ്.